ആ ഉണ്ണി, അവരെത്ര പേരുണ്ടാവും? ഒരടിക്കുള്ള ആളുണ്ടാവും, അല്ല ഒരു വണ്ടിക്കുള്ള ആളുണ്ടാവും. എന്താണ് തല്ലാമല്ല ഉദ്ദേശം ഉണ്ടാ ഉണ്ടിയേട്ടാ? അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ശ്രീ ഷാജൻ സ്കറിയയെ കേരളത്തിലെ ഒരു ജില്ലയിൽ വെച്ച്, ഇടുക്കിയിലെ ഒരു ജംഗ്ഷനിൽ വെച്ച്, ഒരു കവലയിൽ വെച്ച് പകൽ വെളിച്ചത്തിൽ 5 പേർ സംഘം ചേർന്ന് മർദ്ദിച്ചു. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. അതായത് CPM പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. ആര്? ഈ കൊടക്കമ്പിയ? പോലീസ് പറയുന്നതാണ്, ഇതാരും മാധ്യമങ്ങൾ സൃഷ്ടിച്ചതല്ല. ഇവരോട് തോന്നുന്നത് പുച്ഛമാണ്, സഹതാപമാണ്. മുകുന്ദകൃഷ്ണൻ ഇത് ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. ഒരാളുടെ കായിക ശേഷിയിലാണ് അയാളുടെ പൗരുഷം എന്ന് വിചാരിക്കുന്ന കുറെ വിഡ്ഢികൾ അന്നുണ്ട്, പണ്ടത്തെ കാലത്തും ഉണ്ടായിരുന്നു, ഇന്നും അങ്ങനെ വിചാരിച്ചിരിക്കുന്ന വിഡ്ഢികളുണ്ട് എന്ന് മനസ്സിലായി. നീ അല്പനാണ്, നീ ശപ്പനാണ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. അദ്ദേഹത്തിനെ ആശുപത്രിയിലാക്കി കഴിഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്. തന്നത് കുറച്ച് കുറഞ്ഞുപോയി, കുറവുണ്ട് എന്നറിയാം, ഇനിയും ഇവിടെ കാല് കുത്തുമ്പോൾ ഉചിതമായിട്ടുള്ള സാധനം തിരിച്ചു തന്നോളാം, ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം. നിന്റെ കൂടെ ചിരിച്ചും കളിച്ചും നടന്ന ആ പഴയ പാപ്പിച്ചായനെ നീ കണ്ടിട്ടുള്ളൂ. ഇന്ന് പാപ്പിച്ചായൻ കൊണ്ടും കൊടുത്തും വളർന്ന് വലിയൊരു പ്രസ്ഥാന. അത് നിനക്കറിയാം, പക്ഷെ അത് അറിയത്തില്ല എന്ന് നീ കാണിക്കുന്ന നിന്റെ നാട്യമുണ്ടല്ലോ, അത് ഈ പാപ്പിച്ചായനോട് വേണ്ട. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. നാക്കാപ്പിച്ച ശമ്പളം കുറെ നേരായി ഒരു പാപ്പിച്ചായൻ. നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ കയറി അടിച്ചോ പുള്ളി? അതോ നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പുള്ളി ഉപദ്രവിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. നാക്കുകൊണ്ട് സംസാരിച്ചു. ആ നാക്കുകൊണ്ട് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടായ അസ്വസ്ഥതയെ നാവുകൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല ഇവനെ, അതുകൊണ്ട് കൊന്നേക്കാം. ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെ കായികമായിട്ട് നേരിടുക, അത് ഒറ്റയ്ക്കുള്ളപ്പം കേട്ടോ. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊന്ന് മുട്ടു വിറച്ചേനെ, അത് വേറൊരു കാര്യം. എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. എന്താണ് എന്റെ ലക്ഷ്യം? സ്ത്രീകളാണെങ്കിലോ, എന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ, സ്ത്രീകളാണെങ്കിൽ നിന്റെ അവയവങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നല്ലോ, അങ്ങനെ ഇരിക്കുന്നല്ലോ, ആരാ കൈകാര്യം ചെയ്യുന്നത്, എത്ര അടുത്ത് പോകുന്നുണ്ട്, എത്ര വാങ്ങിക്കുന്നുണ്ട്, നീ എത്ര പുട്ടിയിടുന്നുണ്ട്. തന്റെ ദാരിദ്ര്യം ഇതിലായിട്ട് തീർന്നില്ലയോ? പെണ്ണിന്റെ ഒരു മേക്കപ്പിനെ പറ്റി ഒരു 10 കുറ്റം പറഞ്ഞ അങ്ങ് മാനസികമായിട്ട് തകർക്കാമോ? ദൈവമേ, ഇയാളെ എങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാക്കും? അല്ലെങ്കിൽ ശരീരത്തിലെ അവയവങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞ്, ഏതെങ്കിലും അവയവങ്ങളുടെ പേര് പച്ചയ്ക്ക് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ 10 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് തളരുവോ? ആ നമ്പറൊക്കെ കൈയിരിക്കട്ടെ. ഇവിടെ പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ. അപ്പൊ എനിക്ക് ഇത്തരം നിലവാരമില്ലാത്ത സ്റ്റുപ്പിഡുകളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ ഇനിയെങ്കിലും പഠിക്കുക. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയിക്കണം, തുറങ്ങണം. അറിയാത്ത പിള്ള ചൊറിയപ്പോൾ അറിയും.